Hi viewers, welcome your daily dose of cinema. This is your zone from screen to soul. ദൃശ്യം 3 സിനിമയ്ക്ക് പിന്നിലെ രഹസ്യങ്ങൾ, വിശേഷങ്ങൾ. ലാലേട്ടൻ, മീന, ജിത്തു ജോസഫ് മനസ്സ് തുറക്കുന്നു. മോഹൻലാൽ, ജിത്തു ജോസഫ് ടീമിൻ്റെ എക്കാലത്തെയും നല്ല ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രം പിറന്ന് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ചിത്രത്തോടുള്ള ആരാധന പ്രേക്ഷകരിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ടില്ല. കാരണം സസ്പെൻസും ത്രില്ലിംഗ് മൊമെൻസുകളും ചേർന്ന ഫാക്ടർ തന്നെയാണ്. മെയ് 21 ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ വേൾഡ് വൈഡായി റിലീസിനൊരുങ്ങുന്ന ദൃശ്യത്തിൻ്റെ പിന്നിലെ ചില രഹസ്യങ്ങളും വിശേഷങ്ങളും. സംവിധായകൻ ജിത്തു ജോസഫ് ഒരു പ്രമോഷന് പോയ സമയത്ത് ജോർജ് കുട്ടി അങ്ങനെ ചെയ്യുമോ എന്ന് ഗായിക ചിത്രചേച്ചിയുടെ ചോദ്യത്തിൽ നിന്നാണ് എനിക്കൊരു ഐഡിയ കിട്ടുന്നത്. അതിൽ നിന്നുമാണ് ദൃശ്യം 3യുടെ തുടക്കം. 7 വർഷം മുമ്പ് നടന്ന കുറ്റകൃത്യത്തിന് എങ്ങനെ ട്വിസ്റ്റ് കൊണ്ടുവരാം എന്നതാണ് ദൃശ്യം 2 ചെയ്യുമ്പോൾ നേരിട്ട വെല്ലുവിളി. എന്നാൽ ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ നേരിട്ട ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നതിന് ജിത്തു ജോസഫ് പറയുന്നത്, ദൃശ്യം 3ക്ക് സാധ്യതയുണ്ടോ എന്ന ലാൽ സാറിൻ്റെ ചോദ്യത്തിന് ചിത്രം വന്നാൽ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാവും എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എന്നാൽ സംവിധായകൻ്റെ കയ്യിൽ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ. ബാക്കി കഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. മലയാള സിനിമയിലെ ഇനിഷ്യൽ പുൾ കളക്ഷനുള്ള നടനും ക്രൗഡ് പുള്ളർ കപ്പാസിറ്റിയുള്ള ലാലേട്ടൻ സിനിമയ്ക്ക് അകത്തും പുറത്തും ഏവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നടനാണ്. ദൃശ്യം 4 ഉണ്ടോ എന്ന ചോദ്യത്തിന് 4 ഇല്ല, 5 ഉണ്ട് എന്നായിരുന്നു മറുപടി. കൂടെ വർക്ക് ചെയ്ത പലർക്കും ഈ ചിത്രം എങ്ങനെ അവസാനിക്കുമെന്നറിയില്ല. അതിനുവേണ്ടി കുറച്ച് പരിശ്രമമെടുത്താണ് ഷൂട്ട് ചെയ്തത്. ആദ്യം ക്ലൈമാക്സ് വേണ്ടെന്ന് വെച്ചു, പിന്നീട് ആ തീരുമാനം മാറ്റി. ഇനിയൊരു ഭാഗം ഉണ്ടാവുമോ എന്നറിയാൻ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് കണ്ട ശേഷം നിങ്ങൾ പറയൂ എന്ന് ലാലേട്ടൻ കൂട്ടിച്ചേർത്തു. ജോർജ് കുട്ടി ആരാണ് എന്നതിന് ലാലേട്ടൻ പറഞ്ഞത്, ആരാണെന്നതിന് എനിക്കിതുവരെ കണ്ടുപിടിക്കാനായില്ല. സങ്കീർണമായ കഥാപാത്രമാണ്. ചില കഥാപാത്രങ്ങൾ നമ്മെ വേട്ടയാടും, പക്ഷേ ഇയാളെ മനസ്സിലാകുന്നില്ല. എൻ്റെ കരിയറിൽ ഒന്നും അറിയാതെ ഒരു കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോർജ് കുട്ടിയാണ്. ജോർജ് കുട്ടിയെ മലയാളികൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിന് ലാലേട്ടൻ പറഞ്ഞത്, ദൃശ്യത്തിൻ്റെ കഴിഞ്ഞ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടായിരുന്നു. 3-ാം ഭാഗത്തിനായി കേരളത്തിലും ഇന്ത്യക്കും അകത്തും പുറത്തും ധാരാളം പേർ കാത്തിരിക്കുന്നു. ദൃശ്യം 2 കാരണം മലയാള സിനിമ ആഗോളതലത്തിൽ അറിയപ്പെട്ടു. ദൃശ്യം ഇത്രയധികം സക്സസ് ആകുമെന്ന് കരുതിയിരുന്നില്ല. എല്ലാവരുടെയും ഭാഗ്യം. എന്തോ എന്നെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊരു ദൈവാനുഗ്രഹമായി കരുതുന്നു. ദൃശ്യം 3 ചെയ്യുമ്പോഴുള്ള സന്തോഷം 13 വർഷം മുമ്പത്തെ ആ വീട്ടിലേക്ക് വീണ്ടും പോകുന്നു എന്നതാണ് ലാലേട്ടൻ കൂട്ടിച്ചേർത്തു. ദൃശ്യം 3യിൽ ലാലേട്ടൻ്റെ നായിക മീന ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പറഞ്ഞത്, ദൃശ്യം 1ൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവരുടെ മകൾക്ക് 2 വയസ്സ് മാത്രം പ്രായം. അതുകൊണ്ട് സിറ്റുവേഷൻസ് കൂടുതലായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ചിത്രം വേണമോ വേണ്ടയോ എന്ന് പോലും ചിന്തിച്ചിരുന്നു. എന്നാൽ 2-3 ഭാഗമായപ്പോൾ ദൃശ്യത്തിലെ അമ്മയുടെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിച്ചു. സംവിധായകൻ പറയുന്നു, ജോർജ് കുട്ടിയുടെ ഉള്ളിൽ ഭയമുണ്ട്. പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോഴും പരിസരത്ത് എന്തെങ്കിലും വിചിത്ര സംഭവങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹം സംശയാലുവാകും. ഏത് നിമിഷവും അയാൾ അലർട്ടാണ്. ഇതയാളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതാണ് ദൃശ്യം 3യുടെ നട്ടെല്ല്. ദൃശ്യം 3 കുറച്ചുകൂടി ഇമോഷണൽ ഡ്രാമയാണ്, സംവിധായകൻ കൂട്ടിച്ചേർത്തു. ദൃശ്യം 3 ഏപ്രിൽ 2-നാണ് റിലീസിംഗ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കാരണം മെയ് 21-ലേക്ക് മാറ്റുകയാണുണ്ടായത്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ദൃശ്യം 3 വേൾഡ് വൈഡായി അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ അപ്രോക്സിമേറ്റ് 14 കോടി കവിഞ്ഞു. എന്നാൽ കേരളത്തിൽ നിന്നു മാത്രം അപ്രോക്സിമേറ്റ് 4.5 കോടിയും കവിഞ്ഞു. ദൃശ്യം 3യിൽ എത്തുമ്പോൾ നിയമത്തെ നേരിടാൻ ജോർജ് കുട്ടി എന്താണ് ചെയ്യുക? തുല്യ ദുഃഖിതരായ 2 കുടുംബങ്ങൾ. ആരുടെ ഭാഗമാണ് ശരി, ആരുടെ ഭാഗമാണ് തെറ്റ് എന്ന് പറയാൻ കഴിയില്ല. 2013-ൽ തലയിൽ ഭാരവും പേറി ജോർജ് കുട്ടി നടക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ 8 വർഷങ്ങൾക്ക് ശേഷം 2021-ൽ എത്തിയിട്ടും ആ ഭാരമൊന്ന് ഇറക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം ഈ 2026-ൽ അത് സാധ്യമാകുമോ? അതോ ദൃശ്യത്തിന് 4-ാം ഭാഗം ഉണ്ടാകുമോ? പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. മെയ് 21-ന് ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ.